ഈ ലോകം വിജയിച്ചവരുടെ മാത്രം വിരൽപ്പാടുകൾ കൊണ്ടോ അവരുടെ പാദമുദ്രകൾ കൊണ്ടോ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഈ ലോകം എന്ന് കരുതുക വയ്യ. വിജയിക്കുന്നത് അത്ര കണ്ട് പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് വിശ്വസിക്കാനും നിർവാഹമില്ല. ഈ റിസൾട്ടുകൾ, പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാറുണ്ട്. പരീക്ഷകളുടെ 10ാം ക്ലാസ്, +2. കാരണം ഫേസ്ബുക്ക് തുറന്നാൽ അത് മുഴുവൻ മകളുടെ ഫോട്ടോ, മകൻ്റെ ഫോട്ടോ. എൻ്റെ മകൾക്ക് എല്ലാത്തിനും A+ കിട്ടി, 12ൽ 12 A+. എൻ്റെ മകന് 12ൽ 12 A+. കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന ഫോട്ടോ. 365 ദിവസത്തിൽ ബാക്കി 364 ദിവസവും ഒരു നിമിഷം പോലും ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കവിളത്തൊരു ഉമ്മ കൊടുക്കുവാൻ സമയം കണ്ടെത്താത്ത അച്ഛനമ്മമാർ 12ൽ 12 A+ കിട്ടിയപ്പോൾ എൻ്റെ മകൾക്ക് 12ൽ 12 A+ എന്ന് ഫോട്ടോ ഇട്ടിരിക്കുന്ന മുഖപുസ്തകം കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഫേസ്ബുക്ക് ഓഫ് ചെയ്ത് വയ്ക്കുന്ന ഒരാളാണ്. 12ൽ 12 A+ കിട്ടാത്ത കുട്ടികളെ അനുമോദിക്കാൻ എന്തുകൊണ്ട് ഇവിടെ പരിപാടികൾ നടത്തുന്നില്ല? ഈ A+ കുട്ടിയവരെ ആദരിക്കുന്ന പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് നടക്കുമ്പോൾ പരീക്ഷയിൽ തോറ്റുപോയ കുട്ടികളെ ആദരിക്കാനും നാളെ ജയിക്കാൻ വേണ്ടിയാണ് ഇന്ന് തോറ്റത് എന്നവരെ ഓർമ്മിപ്പിക്കാനും വേണ്ടി ഫംഗ്ഷൻ നടത്താനുള്ള സമയമാണ്. സൂറിച്ച് എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രശസ്തമാണ്. സൂറിച്ചിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനേക്കാൾ വലിയ പ്രശസ്തമാണ്. സൂറിച്ചിലെ വിഖ്യാതമായ പോളിടെക്നിക്കിൽ പഠിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹവും കൊണ്ട് 16 വയസ്സുകാരനായ കുട്ടി അവിടെ ചെന്നപ്പോൾ അവനോട് അവർ പറഞ്ഞ അതാ എൻട്രൻസ് എഴുതണം. എൻട്രൻസ് വർഷങ്ങൾക്ക് മുമ്പ് അന്നുകൊണ്ട് എൻട്രൻസ് എഴുതിയപ്പോൾ പരാജയപ്പെട്ടു പോയി. അവർ കണ്ടെത്തിയ കാരണം അവൻ്റെ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്, അവൻ്റെ IQ കുറവാണ്. ഞാനിതാ അടിച്ചു വച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? തയ്യക്കടക്കാരൻ പറഞ്ഞു ഇതാണ് എളുപ്പം, പൈസ കുറവാണെന്ന് പറഞ്ഞു. അല്ലാതെ വേറൊരു കാര്യമില്ല. ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഈ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കുറവായതുകൊണ്ട് സൂറിച്ചിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പരാജിതനായ ആ കുട്ടി വളരെ വേദനയോടെ, നിരാശനായി, ഹതാശനായി സൂറിച്ചിലെ തെരുവീതിയിലൂടെ മടങ്ങിപ്പോയി. അന്ന് IQ ഒരുപാട് കൂടുതലുണ്ട് എന്നവർ കണ്ടെത്തിയ കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടി. അവർ മിടുക്കന്മാരായ കുട്ടികളായിരുന്നു എന്നവർ വിലയിരുത്തി. പക്ഷേ അവരുടെ ആരുടെ പേര് എനിക്കറിയില്ല. നാളെ നിങ്ങൾ ആരെങ്കിലും അവരുടെയൊക്കെ പേര് വിചാരിച്ച് അശ്വമേധം കളിച്ചാലും ഞാൻ കൈമലർത്തി കാണിക്കുകയുള്ളൂ. കാര്യം ആരെയും എനിക്കറിയില്ല. പക്ഷെ അന്ന് തോറ്റുപോയ വിഖ്യാതമായ സൂറിച്ച് സർവകലാശാലയിൽ അഡ്മിഷൻ തരാൻ നിവൃത്തിയില്ല എന്നവർ വിധി എഴുതിയ നോട്ട് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ ടു ദ പ്രസ്റ്റീജിയസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൂറിച്ച് എന്നവർ ഡിസ്കാർഡ് ചെയ്ത ആ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഹതാശനായി നടന്നു നീങ്ങിപ്പോയ ആ 10-16 വയസ്സുള്ള കുട്ടിയുടെ പേര് ചോദിച്ചാൽ ഏത് പാതിരാവിൻ്റെ പതിതാഘാതത്തിലും ഏത് ഉറക്കത്തിൻ്റെ വല്ലാത്ത ലാസ്യത്തിലും ഞാൻ വിളിച്ചു പറയും അവൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. ഞാൻ എൻ്റെ മാധ്യമ പരിപാടികൾ ആരംഭിക്കുന്നത് 15ാമത്തെ വയസ്സിലാണ്. നിങ്ങൾ വരുന്ന ഒരാൾ ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പണ്ട് 15ാമത്തെ വയസ്സിൽ ആകാശവാണിയില്ല. പക്ഷെ അന്ന് TV ഒന്നും, ഏഷ്യാനെറ്റ് ഒന്നും വന്നു തുടങ്ങിയില്ല. ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച്. ഇതൊക്കെ ഡൽഹിയിൽ നിന്നാണ്. ഈ ആൾ ചില്ലറക്കാരനല്ല അന്ന് എന്ന് ഞാൻ ഈ പറഞ്ഞതിനൊരു കാരണമുണ്ട് കേട്ടോ. അതെന്നോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, നമ്മളെ തള്ള നമ്മൾ തന്നെ വേണം, വേറെ ആരും തള്ളിത്തരത്തില്ലെന്നാണ്. അപ്പം അന്ന് ആകാശവാണിയിൽ ഞാൻ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് 10-15 വയസ്സ് ചെയ്തിരുന്നത് പെട്ടെന്ന് കേൾക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, വെക്കാതെ, മുക്കാതെ, മൂളാതെ, വ്യാകരണ പിശകില്ലാതെ, ആവർത്തന വിരസതയില്ലാതെ, ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കാതെ മലയാളത്തിൽ അതിവേഗം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ദ്രുതഭാഷണ പരിപാടിയായിരുന്നു അന്ന് 15 വയസ്സ് പ്രീ ഡിഗ്രി കാലം. പക്ഷേ അതിന് 25 വർഷങ്ങളോളം മുമ്പ് ആകാശവാണിയിൽ വേറെ ആൾ അപേക്ഷിച്ചിരുന്നു കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ. അപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല അല്ലേ? ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റായി അപേക്ഷ അയച്ചു. ആകാശവാണി അയാളെ ഓഡിഷൻ ടെസ്റ്റിന് വിളിച്ചു. കാരണം ആകാശവാണി ഒരു ദൃശ്യമാധ്യമമല്ല, പകരം എന്ത് മാധ്യമമാണ്? ഒരു ഓഡിയോ മീഡിയം, ഒരു ശ്രവ്യ മാധ്യമമാണ്. ശബ്ദം പരിശോധിക്കണം, ഓഡിഷൻ ടെസ്റ്റിന് പോകണം. കൊച്ചിക്കാരനാ, തിരുവനന്തപുരത്തേക്ക് കൈ കാശില്ല, പലരോട് കടം ചോദിച്ചു, ഒരാൾ കൊടുത്തു. അങ്ങനെ കടം വാങ്ങിച്ച കാശുമായി അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ ഓഡിഷൻ ടെസ്റ്റിൽ അയാൾ പങ്കെടുത്തു. അയാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞ് ആകാശവാണിയുടെ വിദഗ്ധ സമിതി ഇങ്ങനെ വിലയിരുത്തി, പോരാന്നല്ല, തീരെ പോരാ. കേൾവിക്കാരൊരു ഇമ്പം ഉണ്ടാക്കുന്നില്ല, ശ്രോതാക്കളിൽ ഒരു കമ്പം ജനിപ്പിക്കുന്നില്ല, മാധുര്യമില്ല. അതുകൊണ്ട് തന്നെ വിഖ്യാതമായ ആകാശവാണിയുടെ കാഷ്വൽ ആർട്ടിസ്റ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുവാനുള്ള യോഗ്യത ഇയാൾക്കില്ല. ഹി വാസ് ഡിസ്കാർഡഡ്. നിരാശനായി, ഹതാശനായി പടിയിറക്കപ്പെട്ട ആ മനുഷ്യൻ തിരുവനന്തപുരത്തെ നഗരവീതിയിലൂടെ പണ്ട് ഐൻസ്റ്റീൻ നടന്നതുപോലെ നടന്നു. തീവണ്ടിക്ക് കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കൊടുത്തു കാണാൻ സാധ്യതയില്ല. ആ സമയത്ത് വരെ നമ്മുടെ തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ മൂപ്പര് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. അവരും പറഞ്ഞു അത് കിട്ടാനുള്ള പ്രാവീണ്യമൊന്നുമില്ല, സോറി, സ്കോളർഷിപ്പ് തരമില്ല.
തീവണ്ടിക്കൂലി തിരിച്ചു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 6 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനൊരു കത്ത് കിട്ടി, മൂപ്പർക്കൊരു കത്ത് കിട്ടി. ആ കത്ത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ വക കത്താണ്. ആ കത്ത് യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഓഫ് ദിസ് ഇയർ ബഡി എന്ന കത്താണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ വിമാനയാത്ര ഇന്ത്യയിൽ നടത്തിയത് നിങ്ങളാണ് എന്ന് അനുമോദിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ എയർലൈൻസിൻ്റെ കത്താണ് 6 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയത്. 6 വർഷം കഴിഞ്ഞപ്പോൾ സംഗീത നാടക അക്കാദമിയും അയാൾക്കൊരു കത്തയച്ചു. സാർ, അങ്ങ് ഞങ്ങളുടെ ചെയർമാനായി സേവനം അനുഷ്ഠിക്കാൻ മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്ത്. കേൾവിക്കാരിൽ ഇമ്പം ജനിപ്പിക്കാത്ത, കമ്പം ജനിപ്പിക്കാത്ത, മാധുര്യമില്ലാത്ത ശബ്ദമായതുകൊണ്ട് പടിയടച്ച് പുറത്താക്കിയ അതേ ആകാശവാണി ഞാനൊന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ലാതെ കേട്ടിട്ടില്ല. ആകാശവാണി മാത്രമല്ല, ഞാനും നിങ്ങളും മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ദൈവങ്ങൾ പോലും ആ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നില്ല. കാരണം അയാളുടെ പേര് ഡോക്ടർ KJ യേശുദാസ് എന്നാണ്.